വാർത്തകൾ തുടർന്നു. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ താമസക്കാരായ 500-ലധികം പേരെ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 വയസ്സിന് താഴെയുള്ള 25 കുട്ടികളും ചികിത്സയിലാണ്. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നുവെന്നാണ് സംശയം. ജലത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പ് പരിശോധിക്കുകയാണ്. വെള്ളത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫ്ളാറ്റിലെ താമസക്കാരൻ ജലം ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നുവെന്നും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നും ഫ്ളാറ്റിലെ താമസക്കാരനായ അഡ്വക്കേറ്റ് ഹരീഷ് പറഞ്ഞു. ഇന്നലെ DMO ഇവിടെ വന്നിരുന്നു. DMOയും ഇതിൻ്റെ എക്സ്പേർട്സും വന്നിരുന്നു. അവർ പറഞ്ഞ ഒരു പ്രധാന സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറയുന്ന അസുഖങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കപ്പെടുന്ന അസുഖങ്ങളുടെ കാരണം ഈക്കോളിയോ കോളിഫോമോ ആണോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. ആഫ്റ്റർ ദാറ്റ് അനാലിസിസ് only we can confirm what is the real cause of the diseases that are spread here. ഈ പറയുന്ന വാട്ടർ ബോൺ ഡിസീസസ് ഹൈലി കണ്ടേജിയസ് ആണ്. 800 ഡെലിവറീസ് ഇവിടെ ഫുഡ് ഔട്ട്സൈഡ് ഫുഡ് ഡെലിവറീസ് ഉണ്ട്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ സോഴ്സ്. വി കനോട്ട് അക്യൂസ് സംബഡി വിത്തൗട്ട് നോയിങ് ദാറ്റ് വൺ. സോ വി ആർ ടേക്കിംഗ് ഓൾ സ്റ്റെപ്സ്. As sir has already explained, we have isolated all our water sources. Now the water tanks are filled with proper water tested for these presence of these bacteria or any other contamination. അഞ്ജലി ശ്രീജിതരാജ് നമ്മോടൊപ്പം ഉണ്ട്. അഞ്ജലി, എന്താണ് ഫ്ളാറ്റിൽ ജലവിതരണത്തിൽ സംഭവിച്ചത് എന്നാണ് ഫ്ളാറ്റ് ഉടമകൾ പറയുന്നത്? അധികാരികളുടെ പ്രതികരണമെന്ന്? കാക്കനാട് DLF ഫ്ളാറ്റിലുള്ള 300ഓളം ആളുകൾക്ക് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും ഉണ്ടായിട്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. അതായത് ഫ്ളാറ്റ് അധികൃതർ പറയുന്നത്, അല്ലെങ്കിൽ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്, പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, നിലവിലുള്ള സ്ഥിതിഗതികൾ എല്ലാം വിശദീകരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാം തുടർ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഫ്ളാറ്റിനെ താമസിക്കുന്ന അഡ്വക്കേറ്റ് ഹരീഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം പറയുന്നത് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അല്ല, വലിയ രീതിയിലുള്ള വീഴ്ച ഇൻ ദ സെൻസ് അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല. പക്ഷേ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24-25 ആ സമയത്ത് മെയ് മാസം വെള്ളം ടെസ്റ്റിന് കൊടുത്തു, സാമ്പിൾ എടുത്തു, ടെസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് വന്നപ്പം അതിൽ പറയുന്നത് ഈക്കോളി പ്രസൻസ് ഉണ്ട്. അതിനർത്ഥം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അതിനുശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇവിടെ 1-2 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ ഗ്രാജുവലി കൂടി വന്നു. ഒരു 6-ാം തീയതി 7-ാം തീയതിക്ക് ശേഷം സിറ്റുവേഷൻ വളരെ കൂടുതലായിരുന്നു. എല്ലാ അപ്പാർട്ട്മെൻറ്റിലും കൂടുതലാണ്. അതായത് ഞാൻ താമസിക്കുന്ന ക്യൂ ബ്ലോക്കാണ്. ഇവിടെ 15 ബ്ലോക്കുണ്ട്. 1268 അപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ മൊത്തമുണ്ട്. ഞാൻ താമസിക്കുന്ന ക്യൂ ബ്ലോക്കിൽ മാത്രം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 35-ൽ മേലെ കേസുകളുണ്ട്. ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മെയ് ലാസ്റ്റാണ്. എൻ്റെ വൈഫിനൊക്കെ വന്നിട്ടുള്ള ജൂൺ 1-2 ആ സമയത്താണ് ഫസ്റ്റ് വന്നത്. അതൊരു 6 ദിവസത്തോളം കിടക്കേണ്ടി വന്നു. നല്ലോണം ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞ് മാറി ഒന്ന് ശരിയായപ്പോഴേക്കും ഇന്നലെ മൂത്താൾക്ക്, ഇന്ന് രാവിലെ രണ്ടാമത്തെ ആൾ സ്കൂളിൽ പോകാൻ നിന്നാൽ ഛർദി തുടങ്ങി. ആശുപത്രിയിലായിട്ട് കൊണ്ടുവരിക, അവിടെ പോയി കടത്തിയാൽ ട്രിപ്പ് ഇടാനേ പറയുള്ളൂ. അവർക്ക് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഗുരുതരമായിട്ടുള്ള വയസ്സായിട്ടുള്ള സ്ത്രീകൾ, അമ്മമ്മമാർ ഒക്കെ ഗുരുതരമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ 150ഓളം ആളുകൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. 150ഓളം ആളുകൾക്ക് 150ഒന്നുമല്ല. ഇന്നലത്തെ കണക്ക് പ്രകാരം തന്നെ ഓരോ ബ്ലോക്കിലും 40-35 ആൾക്കാർ വെച്ചിട്ടുണ്ട്. കണക്കെടുത്തു, സർവേ എടുത്തു. ഇന്നലെ DMO വന്നതിന് ശേഷം സർവേ എടുത്തതിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്ലോക്കിലും തന്നെ 25, 30, 17, 30, 40 വെച്ച് ആൾക്കാർ എഫക്റ്റഡാണ്. ഒരേ സിംറ്റമാണ്, വേറെ വ്യത്യാസമായിട്ടൊന്നുമില്ല. ഒരേ സിംറ്റം, ഒരേ മാതിരി. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഏത് രീതിയിൽ? അല്ല, ഇവിടെ ഇപ്പോൾ കോമൺ ആയിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ. ആൾക്കാർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡ് എന്നാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം നമ്മൾ ഓരോ ഹോട്ടലിൽ നിന്ന് ഓരോ സമയത്തായിരിക്കും ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തു നിന്നാണ് വാങ്ങുക. അത് ഒരാൾക്ക് കിട്ടിയോണ്ട് ഈ 400ഓളം ആൾക്കാർക്ക് ഒരേ സിംറ്റം വരണമെന്നില്ല. കോമൺ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന സാധനം വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളക്കെട്ട് ഇവിടേക്ക് വരുന്നത് ഹയർ ലെവലിലല്ലേ കിടക്കുന്നത്. ഈ ഭാഗം കാക്കനാടിൻ്റെ ഏറ്റവും ഹയർ ലെവലിലാണ്. ഇവിടെ പ്രളയം വന്നപ്പോൾ പോലും ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏത് ആശുപത്രിയിലാണ്? കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട്, സൺറൈസിലുണ്ട്, എല്ലാവരും കുറേ പേര്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ആരൊക്കെ എവിടേക്കാണ് പോകണമെന്ന് നമുക്കറിയില്ല. ഏകദേശം എത്രത്തോളം ആളുകൾക്ക് ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്? എങ്ങനെ പോയാലും അബവ് 400 to 500 എന്തായാലും ഉണ്ടാവാം. ശരി, അഞ്ജലി ശ്രീജിതരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ താമസക്കാരായ 500-ലധികം പേരെ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 5 വയസ്സിന് താഴെയുള്ള 25 കുട്ടികളും ചികിത്സയിലാണ്. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നു എന്നാണ് സംശയം. ജലത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പ് പരിശോധിക്കുകയാണ്.